എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2023 നടത്തിയ ഒരു LGS പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 213/2023. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസ്താവനകൾ: നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. പദ്ധതികൾ: അന്നപൂർണ അന്ത്യോദയ അന്ന യോജന, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. തന്നിരിക്കുന്ന പ്രസ്താവനകൾ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? ഓപ്ഷൻ സി GVHSS വിതുര. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ GVHSS വിതുരയിലാണ്. കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരള കായിക ദിനം ആചരിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി AK ഗോപാലൻ. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി KM വാസുദേവൻ നമ്പൂതിരി. KM വാസുദേവൻ നമ്പൂതിരിയായിരുന്നു വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത്. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി 1996. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്? ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ എ ഖാദർ. ഖാദർ എന്നാണ് സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ
കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം? ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം? ഓപ്ഷൻ സി സൂര്യൻ. സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത്? ഓപ്ഷൻ സി കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചിയിലാണ് വാട്ടർ മെട്രോ ആരംഭിച്ചത്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം? ഓപ്ഷൻ ബി ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? കാർഷിക മേഖല മാത്രം, സേവന മേഖല മാത്രം, വ്യവസായ മേഖലയും കാർഷിക മേഖലയും, കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം? ഓപ്ഷൻ ഡി ഭൂട്ടാൻ. ഭൂട്ടാനാണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഓപ്ഷൻ സി സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ? ഓപ്ഷൻ ഡി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2005. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ഓപ്ഷൻ ബി 42. ഭരണഘടനാ ഭേദഗതി 42 വഴിയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം? ഓപ്ഷൻ സി സ്വത്തവകാശം. സ്വത്തവകാശമാണ് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ നദി? ഇന്ത്യയുടെ ദേശീയ നദി? ഓപ്ഷൻ എ ഗംഗ. ഗംഗ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ സി 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം? ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം? ഓപ്ഷൻ ഡി 3:2. 3:2 ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി ബംഗാളി. ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം? ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം? ഓപ്ഷൻ ബി 2009. 2009 ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി
ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ചത്? ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ആരാണ് അതിർത്തി ഗാന്ധി? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ 1853. 1853 ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്നത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ഓപ്ഷൻ എ ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ ലാഹോർ. ലാഹോറിലെ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയത്. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഓപ്ഷൻ സി കാൺപൂർ. 1857 നാനാ സാഹിബ് കലാപം നയിച്ചത് കാൺപൂരിലായിരുന്നു. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഓപ്ഷൻ ഡി ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ആയിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഓപ്ഷൻ എ തിരുനെൽവേലി. തിരുനെൽവേലിയിലായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആമുഖം. ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം ഓപ്ഷൻ സി 11. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികൾ 11 എണ്ണമാണ്. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? ഓപ്ഷൻ എ ഇടുക്കി. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളാണുള്ളത്? ഓപ്ഷൻ ഡി 6. കേരളത്തിൽ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഓപ്ഷൻ എ പാമ്പാടും ചോല. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. അപ്പോൾ വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് അറിയുന്നവർ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഓപ്ഷൻ ബി മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഓപ്ഷൻ ബി 2017. 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ഓപ്ഷൻ സി എം.ഡി. വത്സമ്മ. എം.ഡി. വത്സമ്മയാണ് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക്
ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി? ഓപ്ഷൻ എ വിദ്യാതീരം. വിദ്യാതീരം പദ്ധതിയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ഓപ്ഷൻ ബി ആർ ശങ്കർ. ആർ ശങ്കറാണ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി? കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ഓപ്ഷൻ എ കെ കൃഷ്ണൻകുട്ടി. കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ? സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ഓപ്ഷൻ ബി റാണി ഗൗരി ലക്ഷ്മിഭായി. റാണി ഗൗരി ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? കല്ലുമാല സമരം നടത്തിയത് ഓപ്ഷൻ ബി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തിയത്. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത്? ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് ഓപ്ഷൻ എ പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത്. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്. കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം നടന്ന വർഷം ഓപ്ഷൻ ബി 1809. 1809 കുണ്ടറ വിളംബരം നടന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിൽ പയ്യന്നൂരിൽ വെച്ചായിരുന്നു ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി എന്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ സി അരുണ അസഫ് അലി. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 32. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലാകെ 32 പല്ലുകളാണ് ഉണ്ടായിരിക്കുക. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ. കോവിഡ്-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? കോവിഡ്-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? ഓപ്ഷൻ സി വൈറസ്. കോവിഡ്-19 രോഗത്തിന് കാരണം വൈറസാണ്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ഓപ്ഷൻ സി ചെറുകുടൽ. മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിലെ ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ താലോലം. താലോലം പദ്ധതിയാണ് മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി.
തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം തക്കാളി ഏതാണ്? സങ്കര ഇനം തക്കാളി ഓപ്ഷൻ ഡി അക്ഷയ. അക്ഷയാണ് തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം തക്കാളി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത്? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ സി ഇക്കോളജി. ഇക്കോളജിയാണ് ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? ഓപ്ഷൻ എ വംശനാശ ഭീഷണി നേരിടുന്നവ. വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി റുദർഫോർഡ്. റുദർഫോർഡാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി 18. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ 18ാം ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം കണ്ടെത്തുക. ഹൈഡ്രജൻ, ക്ലോറിൻ, ഹീലിയം, ഓക്സിജൻ. തന്നിരിക്കുന്നവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഓപ്ഷൻ സി ഹീലിയം. തന്നിരിക്കുന്നവയിൽ ഹീലിയമാണ് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? LPGയിലെ മുഖ്യ ഘടകം ഓപ്ഷൻ എ ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനാണ് LPGയിലെ മുഖ്യ ഘടകം. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ഡെസിബലാണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഊർജത്തിൻ്റെ യൂണിറ്റ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ജൂൾ. ജൂളാണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. ഒരു സദിശ അളവിന് ഉദാഹരണം. ഒരു സദിശ അളവിന് ഉദാഹരണം ഓപ്ഷൻ സി ത്വരണം. ത്വരണമാണ് തന്നിരിക്കുന്നവയിൽ ഒരു സദിശ അളവിന് ഉദാഹരണം. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ ഓപ്ഷൻ ബി സംവഹനം. സംവഹനമാണ് കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിൻ്റെ വക്രതാരവും തമ്മിലുള്ള ബന്ധം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫ്, ആ ദർപ്പണത്തിൻ്റെ വക്രത ആരം ആർ തമ്മിലുള്ള ബന്ധം ഓപ്ഷൻ എ F = R/2. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഓപ്ഷൻ എ 1. 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഓപ്ഷൻ ഡി 2. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? സംഖ്യകളുടെ ലാസാഗു, ഉസാഗ എന്നിവ 0 ആയിരിക്കും. എല്ലാ സംഖ്യകളുടെയും ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. രണ്ട് സംഖ്യകളുടെ ലാസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും. രണ്ട് സംഖ്യകളുടെ ലാസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുമ്പോൾ സംഖ്യ കിട്ടുന്നു. ശരിയായത് ഓപ്ഷൻ സി. രണ്ട് സംഖ്യകളുടെ ലാസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും. 3/10 5/9 ഭാഗം ഓപ്ഷൻ ബി 1/6. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപ.
അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയാണ്? ഓപ്ഷൻ സി 230. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? ഓപ്ഷൻ ബി 20. 7.4 സെൻറ്റിമീറ്റർ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ശരിയായത് ഓപ്ഷൻ എ, എല്ലാം ശരിയാണ്. 7 4/10 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ, 74 മില്ലിമീറ്റർ. ഒരു വാഹനം 36 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ വാഹനത്തിൻ്റെ ശരാശരി ദൂരം എത്ര മുന്നോട്ട് പോകും? ഓപ്ഷൻ എ 10 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സൈക്കിൾ 7200 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. ഈ സൈക്കിളിന് കച്ചവടക്കാരൻ ആദ്യം 8000 രൂപ ചെലവാക്കിയെങ്കിൽ ചെലവാക്കിയതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റ വില? ഓപ്ഷൻ സി 90%. AX BU CR ഡാഷ്. ഓപ്ഷൻ എ DO. 0 1 2 3 4 5 6 7 8 9 എന്നീ അക്കങ്ങളെ ABCDEFGHIJ എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കുന്നു എങ്കിൽ H+F+C+E/J-D എത്രയാണ്? ഓപ്ഷൻ എ 3. മനു തൻ്റെ വീട്ടിൽ നിന്നും ആദ്യം വടക്കോട്ട് 8 മീറ്ററും പിന്നീട് കിഴക്കോട്ട് 6 മീറ്ററും നടന്നാൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി, മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 10 മീറ്റർ ആണ്. രാജസ്ഥാൻ ജയ്പൂർ, മേഘാലയ. ഓപ്ഷൻ സി ഷില്ലോങ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഗണിതം. ഒരു വരിയിൽ അമ്പാടി മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ? ഓപ്ഷൻ സി 1 2 3 ശരി. വരിയിലാകെ 14 പേരുണ്ട്. അമ്പാടിയുടെ മുന്നിൽ 9 പേരുണ്ട്. അമ്പാടിയുടെ പിന്നിൽ 4 പേരുണ്ട്. 97ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട്. അരുണിന് ഉണ്ണിയേക്കാൾ ഉയരക്കൂടുതലാണ്. ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവാണ്. അരുണിന് കണ്ണൻ്റെ അത്ര ഉയരമില്ല. എങ്കിൽ ഏറ്റവും ഉയരം ആർക്കാണ്? ഓപ്ഷൻ എ കണ്ണൻ. കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്ര? ഓപ്ഷൻ എ 5. ഒരു ഘടികാരം നിശ്ചലമായാൽ ദിവസം എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും? ഓപ്ഷൻ ബി 2 പ്രാവശ്യം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.